അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ ഘടനയ്ക്ക് കാരണം അതിന്റെ പ്രമാണങ്ങളിൽ ദൃഢതയും വിശാലമായ സമീപനവുമാണ്. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്ന ഈ 4 പ്രമാണങ്ങളിൽ നിന്നും യോഗ്യരായ അയിമ്മത്ത് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. എന്നാൽ യോഗ്യതയുടെ ഒരു അളവ് പോലും എത്തിപ്പിടിക്കാനാവാത്ത ചില കൽപ്പന കക്ഷികൾ വാദിക്കുന്നത് കുനൂത്ത് ബിദ്അത്താണെന്നും അത് അനാചാരവുമാണെന്നാണ്. സുബൈ നിസ്കാരത്തിലെ കുനൂത്ത് സുന്നത്താണെന്നാണ് അഹ്ലുസുന്നയുടെ വീക്ഷണം. ഹാഫിൽ നൂറുദ്ദീൻ അൽ-ഹൈസമി റളിയല്ലാഹു അൻഹു അവിടുത്തെ മജ്മുഉസ് സവായിദ് 1-ാം വാല്യം 315-ാമത്തെ പേജിലൂടെ പറയുന്നു, അനസിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കനത ഹത്താ മാത വ അബൂ ബക്ർ ഹത്താ മാത വ ഉമർ ഹത്താ മാത റവാഹുൽ ബസാർ ബിരിജാൽ മൂസിഖീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണം വരെ കുനൂത്ത് ഓതി എന്നും അപ്രകാരം തന്നെ സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും കുനൂത്ത് ഓതി എന്നും ബസാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് നിവേദകരെല്ലാം വിശ്വാസയോഗ്യരാണെന്ന് ഹാഫിൽ നൂറുദ്ദീൻ ഹൈസമി റളിയല്ലാഹു അൻഹു പറയുന്നു. മാത്രമല്ല അസ്ഹുൽ ഖുതുബ് ബഅദ കിതാബില്ലാഹ് എന്ന് ഖ്യാതി നേടിയ സ്വഹീഹ് ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബുൽ ഖുനൂത്ത് ഫി സബഹ് എന്ന തലവാചകത്തിൽ ഒരു അധ്യായം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ തലവാചകത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരി 3-ാം വാല്യം 573-ാമത്തെ പേജിലൂടെ പറയുന്നു, ഖാല സൈൻ ഇബ്നുൽ മുനീർ അസ്ബത ബിഹാദ തർജുമ മശ്റൂഅത്തിൽ ഖുനൂത്ത് ഇശാറത്തുൻ ഇലാ റദ്ദി അലാ മൻ റവാ അന്നഹു ബിദ്അത്തുൻ. സൈൻ ഇബ്നുൽ മുനീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ തലവാചകം കൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്, ലക്ഷ്യമാക്കുന്നത് ഖുനൂത്ത് സുന്നത്താണെന്ന ആശയമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്നുള്ളത് പോലെ അനസ് റളിയല്ലാഹു അൻഹു നിന്ന് ഖുനൂത്ത് ബിദ്അത്താണെന്ന ആശയം ഉദ്ദേശിക്കുന്നവരെ ഗണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം ചെയ്തത്. ഓതൽ മാത്രമല്ല, സുബൈൽ ഖുനൂത്ത് സുന്നത്ത് തന്നെ ഇല്ല എന്ന് പറഞ്ഞ ഇമാം തഹാവി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തെ പണ്ഡിതന്മാർ ഇപ്രകാരം നേരിട്ടതായി കാണാം. അജ്മഉ അലാ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കനത ഫി സബഹ് സുമ്മ ഇഖ്തലഫു ഹൽ തറക ഫയതമസ്സകു ബിമാ അജ്മഉ അലൈഹി ഹത്താ യസ്ബതു മഖ്തലഫു ഫീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബൈൽ ഖുനൂത്ത് ഓതിയതായി പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഒഴിവാക്കിയതിൽ ഭിന്നഭിപ്രായക്കാരാണ്. അതിനാൽ അവർ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യം സ്ഥിരപ്പെടുന്നത് വരെ അവർ ഏകോപിച്ച് പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാം എന്ന് ഫത്ഹുൽ ബാരി 3-ാം വാല്യം 575-ാമത്തെ പേജിലൂടെ വളരെ വ്യക്തമാക്കി പറയുന്നു. എന്നാൽ സുബൈ നിസ്കാരത്തിലെ ഖുനൂത്ത് അത് ബിദ്അത്താണെന്നും അത് അനാചാരവുമാണെന്ന് വാദിക്കുന്നവർ പൊക്കി പിടിക്കുന്നത് അനസ് റളിയല്ലാഹുവിന്റെ ഹദീസിനെയാണ്. അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കനത ശഹറൻ യദു അലൈഹിം സുമ്മ തറക. ഈ ഹദീസിലെ താൽപര്യം 2-ാം ഷാഫി എന്ന് അറിയപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ അവിടുത്തെ ശറഹുൽ മുഅദ്ദബ 3-ാം വാല്യം 505-ാമത്തെ പേജിലൂടെ പറയുന്നു, فالمراد ترك الدعاء على أولئك الكفار ولعنتهم فقط لا ترك جميع الكنوت أو ترك الكنوت في غير الصبح. وهذا تأويل متعين لأن حديث أنس في قوله لم
യസൽ യഖ്നുതു ഫി സ്വബഹ് ഹത്താ ഫാറക ദുനിയ സരീഹുൻ സ്വഹീഹ്. ഈ ഹദീസിലെ സുമ്മ തറക എന്നതിലെ താൽപര്യം സത്യനിഷേധികൾക്ക് എതിരായ പ്രാർത്ഥനയും പ്രവൃത്തിയും അവരെ ശപിക്കലും ഒഴിവാക്കി എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ കുനൂത്ത് പൂർണ്ണമായും ഒഴിവാക്കി എന്നല്ല. അതിൽ ഈ വ്യാഖ്യാനം നൽകിയേ മതിയാകൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുന്ന സുബഹിൽ കുനൂത്ത് ഓതിയതായി പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സുബഹി നിസ്കാരത്തിലെ കുനൂത്ത് അത് പ്രമാണബദ്ധമാണെന്നും അത് ഇസ്ലാമിന് യോജിച്ച കാര്യമാണെന്നും ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. ഇസ്ലാമിൽ നിറക്കാത്ത കാര്യങ്ങളെ കൊണ്ടുവരുന്ന ബിദഈ പ്രസ്ഥാനക്കാരോട് നാം ഒരിക്കലും യോജിക്കരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.